വിശദമായ വാർത്തകളിലേക്കാണ്. നിലമ്പൂരിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ എംഎൽഎ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. നിലമ്പൂരിലെ വികസന മുരടിപ്പിനെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ജ്യോതിപ്പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് എംഎൽഎയുടെ വസതിക്ക് ഏറെ ദൂരെ പോലീസ് സിഎൻജി റോഡിൽ തടഞ്ഞു. പ്രവർത്തകർ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചത് ഉന്തിലും തള്ളിലും കലാശിച്ചു. ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് 2025 ജൂൺ മാസം മുതൽ നിലമ്പൂർ മണ്ഡലത്തെ ദീർഘകാലത്ത് കുടുംബാധിപത്യപരമായി നിയോജക മണ്ഡലത്തിൽ കാലാനുസൃതമായി യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോൺഗ്രസിന്റെ കൈകളിൽ എത്തപ്പെട്ട നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിൽ കോൺഗ്രസ് എംഎൽഎ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസ് എംഎൽഎ ബിജെപി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആര്യടൻ മുഹമ്മദ് അടക്കം പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ നിയമസഭയിലെത്തിയിട്ടും നിലമ്പൂരിൽ വികസനം കാര്യക്ഷമമായി നടപ്പിലാക്കുവാനായിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ പറഞ്ഞു. നിലമ്പൂര് പ്രഗത്ഭന്മാർ നിയമസഭയിൽ പ്രതികരിച്ച അസംബ്ലി മണ്ഡല, പക്ഷേ ഇവിടുത്തെ കാര്യം വെള്ളവർക്കല്ല അറിയും. ഇവിടുത്തെ സർക്കാർ ആശുപത്രിയുടെ സ്ഥിതി എന്താ? ഇവിടുത്തെ സർക്കാർ ആശുപത്രിയെ ഇത് ജില്ലാ ആശുപത്രിയായി പ്രഖ്യാപിച്ചിട്ട് പതിറ്റാണ്ടുകളായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ കാലത്താണ് ഇത് ജില്ലാ ആശുപത്രിയെ പ്രഖ്യാപിച്ചത്. ആ ആശുപത്രിക്ക് ഇപ്പോൾ ഒരു ബിൽഡിംഗ് വന്നിട്ടുണ്ട് 19 കോടി രൂപ ചെലവിൽ. ആരാ കൊണ്ടുവന്നത്? 60% തുകയും നരേന്ദ്ര ദാമോദർ ദാസ് മോഡി സർക്കാർ കൊടുത്തത് കൊണ്ടാണ് അവിടെ 19 കോടിയുടെ ആശുപത്രി വന്നത്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്ഥിതി ഇതാ. അവിടെ ഒരു കാഷ്വാലിറ്റി ഇപ്പം 300 കോടി രൂപയ്ക്ക് കാഷ്വാലിറ്റി വാർഡ് വന്നിട്ടുണ്ട്. ആര് കൊടുത്ത പൈസയാ? പ്രധാനമന്ത്രി സ്വാസ്ഥ്യ യോജന പ്രകാരം കേന്ദ്രം കൊടുത്ത PMSSY പദ്ധതിയുടെ പൈസയാണ്. നിലമ്പൂരിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത് വാടക കൊടുക്കാത്തതിന്റെ പേരിൽ ബിൽഡിംഗ് ഉടമസ്ഥൻ വന്നിട്ട് കോളേജ് പൂട്ടി താക്കോലായി പോയി. സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഇല്ലാത്ത ഗവൺമെന്റ് കോളേജുള്ള നാടാണ് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാർ വിശ്വസിക്കില്ല, തെക്കൻ കേരളത്തിലുള്ളവർ വിശ്വസിക്കില്ല. ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലം ഇങ്ങനെയുള്ള ചോദിക്കും. പക്ഷെ ഇവിടുത്തെ കാര്യം ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ വന്നപ്പോഴാണ് ഈ നിലമ്പൂരിന്റെ അവസ്ഥ നാട്ടുകാർ, കേരളക്കാർ, മലയാളികൾ മനസ്സിലാക്കിയത്. കാരണം ഇവിടെ വന്ന് ആളുകൾ ഇതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇവിടെ സർക്കാർ ആശുപത്രി സംവിധാനം പരിതാപകരമാണ്. ഇവിടുത്തെ സർക്കാരിന്റെ കോളേജിന്റെ സംവിധാനം പരിതാപകരമാണ്. ഇവിടുത്തെ KSRTCയുടെ ഡിപ്പോയുടെ സ്ഥിതി പരിതാപകരമാണ്. ഇവിടുത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിന്റെ അവസ്ഥ പരിതാപകരമാണ്. വികസനത്തിന്റെ പേരിൽ ഇടതു വലതു മുന്നണികൾ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചതിന്റെ ഫലമായാണ് തിരുവനന്തപുരം നഗരസഭയിലടക്കം BJP അധികാരത്തിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളറിയോ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മാത്രം പിടിച്ചത് 25 തെരുവ് പട്ടിക. 25 തെരുവ് നായ്ക്കളെയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം പിടിച്ചത്. മാർക്സിസ്റ്റുകാർ തെരുവ് പട്ടികളെ പിടിക്കാൻ തയ്യാറായില്ല. നമ്മൾ വിചാരിച്ചു ഇവർക്കൊക്കെ വോട്ട് ഉണ്ടാവും ഈ തെരുവ് പട്ടികൾക്ക്, അതുകൊണ്ടായിരിക്കും CPM-മാർക്ക് പിടിച്ചു മാറ്റാൻ മതി. പക്ഷേ ശ്രീ V.V. രാജേഷിന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ ഭരണ സംവിധാനം, NDAയുടെ ഭരണ സംവിധാനം തിരുവനന്തപുരത്ത് അധികാരത്തിൽ വന്നപ്പോൾ നൂറുകണക്കിന് തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി ഷെൽട്ടറിലാക്കി. ആ നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളിലൂടെ ഓട്ടിക്കാൻ കേന്ദ്ര സർക്കാർ ബസ്സുകൾ കൊടുത്തിരുന്നു, ഇലക്ട്രിക് ബസ്സുകൾ. അത് നമ്മളെ ഇന്നത്തെ മാപ്പ് പറഞ്ഞ മന്ത്രി ആ മന്ത്രി അത് നെയ്യാറ്റിൻകരയ്ക്കും തേക്കടിക്കുമൊക്കെ ഓട്ടി, കന്യാകുമാരിയിലൊക്കെ. രാജേഷ് പറഞ്ഞു അത് ഇവിടെ ഓട്ടണം, ഓട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു. അന്ന് ഇയാൾ വലിയ വർത്താനം പറഞ്ഞു. പക്ഷേ ഓട്ടേണ്ടി വന്നു. അത് തിരുവനന്തപുരം നഗരത്തിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഓടുന്നു. 300 രൂപ 400 രൂപയ്ക്ക് വീടുകളിൽ ജോലി ചെയ്യാൻ പോകുന്ന അമ്മമാർക്ക് 150 രൂപ ഓട്ടോയിൽ കൊടുക്കാൻ പറ്റില്ല. അവർക്ക് ആ വണ്ടി വേണം, അതിനുള്ള സംവിധാനം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു വന്നത് ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണികളുടെ അപ്രമാദിത്വത്തിന് കാരണം
ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ജയിപ്പിക്കുമെന്നുള്ള ചിന്തയാണ്. ഈ നിലമ്പൂർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ തെക്കൻ പരിപാടിയിൽ കെ സി വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽ നാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു M സാമുവൽ, TK അശോക് കുമാർ, നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് വിനീഷ് T, എടക്കര മണ്ഡലം പ്രസിഡന്റ് ജിജി ഗിരീഷ്, സുധീഷ് ഉപ്പട, പ്രൊഫസർ ഗീതാകുമാരി, സുനിൽ ബോസ്, മീനാക്ഷി ടീച്ചർ എന്നിവർ സംസാരിച്ചു.